ലോകത്തിലെ ഏറ്റവും വലിയ ടെക് പോരാട്ടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ആപ്പിളും ഓപ്പൺ എഐയും തമ്മിലുള്ള നിയമയുദ്ധം. മുൻ ആപ്പിൾ ജീവനക്കാരെ ഉപയോഗിച്ച് ഓപ്പൺ എഐ തങ്ങളുടെ വ്യാപാര രഹസ്യങ്ങളും ഭാവി ഹാർഡ്വെയർ പദ്ധതികളും മോഷ്ടിച്ചുവെന്നാണ് ആപ്പിളിന്റെ ഗുരുതര ആരോപണം. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് ഓപ്പൺ എഐയുടെ മറുപടി. ഒരു കാലത്ത് എഐയുടെ ഭാവി രൂപപ്പെടുത്താൻ ഒരുമിച്ച് കൈകോർത്ത രണ്ട് ടെക് ഭീമന്മാർ ഇന്ന് കോടതിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇക്കഴിഞ്ഞ ജൂലൈ 10-നാണ് തങ്ങളുടെ ട്രേഡ് സീക്രട്ടുകളും ഭാവി ഹാർഡ്വെയർ പദ്ധതികളും മോഷ്ടിച്ചെന്നാരോപിച്ച് ആപ്പിൾ അമേരിക്കൻ കോടതിയിൽ ഓപ്പൺ എഐക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. ആപ്പിളിലെ മുൻ ഉദ്യോഗസ്ഥരായ ടാൻ ചാങ് ലിയോ എന്നിവർ ഓപ്പൺ എഐയിൽ ജോയിൻ ചെയ്തതിന് പിന്നാലെ രഹസ്യവിവരങ്ങൾ കൈമാറിയെന്നാണ് കമ്പനിയുടെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ എഐയുടെ ഹാർഡ്വെയർ വികസന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടയാൻ കോടതി ഉത്തരവിടണമെന്നും ആപ്പിൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആപ്പിളിന്റെ ആരോപണങ്ങൾക്ക് ആദ്യമായി വിശദമായ മറുപടിയുമായി ഇപ്പോൾ ഓപ്പൺ എഐ രംഗത്തെത്തിയിരിക്കുകയാണ്. ആപ്പിൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും മറ്റൊരു കമ്പനിയുടെ ട്രേഡ് സീക്രട്ടുകളിൽ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നും ഓപ്പൺ എഐ വ്യക്തമാക്കി. ആപ്പിൾ ജീവനക്കാർ കമ്പനി വിട്ട ശേഷവും ചില ഫയലുകളിലേക്കുള്ള ആക്സസ് തുടർന്നത് ആപ്പിളിന്റെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയാണെന്നും അതിന്റെ ഉത്തരവാദിത്തം ഓപ്പൺ എഐക്കില്ലെന്നും കമ്പനി വാദിക്കുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായക വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, മറിച്ച് എഐ ഹാർഡ്വെയർ ആണ്. ChatGPTയെ ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും അപ്പുറം പുതിയ എഐ ഉപകരണങ്ങളിലേക്ക് എത്തിക്കാനാണ് ഓപ്പൺ എഐയുടെ ശ്രമം. അതേസമയം ഐഫോൺ ഉൾപ്പെടെയുള്ള ഭാവി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക സാങ്കേതിക വിവരങ്ങളാണ് ചോർന്നതെന്നാണ് ആപ്പിളിന്റെ ആരോപണം. അതിനാൽ ഈ കേസിന്റെ വിധി കോടിക്കണക്കിന് ഡോളറിന്റെ വിപണിയെ മാത്രമല്ല, ഹാർഡ്വെയർ രംഗത്തെ ഭാവി മത്സരത്തെയും സ്വാധീനിച്ചേക്കും. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും അതുതന്നെയാണ്. 2024-ൽ സിറിയിലേക്ക് ChatGPT സംയോജിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച കമ്പനികളാണ് ആപ്പിളും ഓപ്പൺ എഐയും. ഇന്ന് അതേ കമ്പനികൾ കോടതിയിൽ പരസ്പരം ട്രേഡ് സീക്രട്ട് മോഷണത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുകയാണ്. എഐ യുഗത്തിലെ മത്സരം മികച്ച മോഡലുകൾ നിർമ്മിക്കുന്നതിൽ മാത്രം ഇനി ഒതുങ്ങില്ല. ആ മോഡലുകളെ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ ആരാണ് നിർമ്മിക്കുന്നത്, ആ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിലേക്കാണ് പോരാട്ടം മാറിയിരിക്കുന്നത്. ഈ കേസിന്റെ അന്തിമ വിധി ആ പോരാട്ടത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന നിർണായക വഴിത്തിരിവായി മാറിയേക്കും.